കുറ്റിപ്പുറം മല്ലൂർക്കടവ് പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. പ്രദേശത്തെ ഒരു കിണറുകളിൽ പോലും ഇപ്പോൾ ബക്കറ്റ് മുങ്ങാൻ പോലുമുള്ള വെള്ളമില്ലെന്നതാണ് അവസ്ഥ. കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചതോടെയാണ് മല്ലൂർക്കടവ് പ്രദേശം ജലക്ഷാമത്തിലേക്ക് നീങ്ങിയത്. ഇവിടങ്ങളിലെ വീടുകളിലെ കിണറുകളിൽ പോലും ജലനിരപ്പ് വലിയ രീതിയിൽ താഴുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വെള്ളം കിട്ടാനില്ലെന്നും വേനൽക്കാലം കൂടിയായാൽ എന്താകും സ്ഥിതിയെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ കിണറിൽ തുള്ളി വെള്ളമില്ല. നമ്മൾ ബക്കറ്റ് മുക്കിയാൽ അത് മേലേക്ക് വെള്ളം അതേമാതിരി നിൽക്കുകയാണ്. ബക്കറ്റാൽ മുങ്ങിയാൽ ഇങ്ങനെ നിർത്തുക, അതിനുള്ള വെള്ളമില്ല. ആരെങ്കിലും കൂടെ വെള്ളമില്ലാത്ത കണ്ടീഷൻ ഇപ്പോൾ കാണാനുള്ളത്. ഇല്ല പരാതി പറയില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവർ ഷട്ടർ അടച്ച് കിടക്കുകയാണ്. ഒരു ഷട്ടർ കുറച്ച് പൊന്തിച്ച് കാണും, വെള്ളം ഞാൻ കുറച്ച് പോയിട്ടുള്ളൂ. ഇപ്പോൾ കീപ്പട്ട് ഉണ്ടായിട്ടില്ല. ഇത്ര ദിവസമായിട്ട് വന്ന് വെള്ളം കുടിച്ചിരുന്ന സ്ഥലമാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിലായിട്ട് തുള്ളി വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ വേറെ ഇപ്പോൾ ജലനിധിയുടെ ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് കാരണം എന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഈ ഇതുവരെ വെള്ളത്തിൻ്റെ തീർപ്പം ഒന്നൂടെ അന്വേഷിച്ച് നോക്കും പറഞ്ഞ് എന്തൊക്കെ ഒരു തീർപ്പം എന്താണ് ഇപ്പോൾ മാത്രം തുറക്കണുള്ളൂ, ബാക്കിയൊക്കെ അടഞ്ഞു കിടക്കാന്ന്. ഇപ്പോൾ അവിടുന്ന് ഒരു ലേസം വെള്ളം കിട്ടുന്നില്ല. പുഴയിലും വെള്ളം വറ്റിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ 10-25 വീട്ടുകാരുണ്ട്. ഇതേമാതിരി കിണർ വറ്റിക്കെടുക്കുകയാണ്. ഒന്ന് വന്ന് നോക്കി ആർക്കാണ് വന്ന് കാണാം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളം വേണം. ഒരു വണ്ടി വന്നിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം കൊണ്ടാനുള്ള അതിനുള്ള സൗകര്യമില്ല. ആ നിലക്ക് വളരെ വിഷമത്തിൽ കുറേ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. വെള്ളത്തിൻ്റെ തന്നെ ബുദ്ധിമുട്ട് തന്നെ. പുഴയിൽ വെള്ളം വറ്റിയിരിക്കുന്നു. പിന്നെ പോരാത്ത ഞങ്ങൾ ഒരു 2 റിങ് വെള്ളമൊക്കെ ഉണ്ടാവലുണ്ട്. തീരെ ഇല്ല, വെള്ളമുള്ളൂ. വെള്ളം തീരെ വെള്ളമില്ല. ഇപ്പോൾ ഉണ്ടായിട്ടില്ല. തീരെ അങ്ങോട്ട് വെള്ളം വരണില്ല. പുഴയിൽ വെള്ളമില്ല, തീരെ വെള്ളമില്ലാത്ത കാരണം ബുദ്ധിമുട്ടിപ്പോൾ. ഷട്ടർ പിന്നെ താത്തിയ കാരണം പ്രദേശവാസികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷട്ടർ താഴ്ത്തുന്നതിനെ കുറിച്ചിട്ട്. ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിന് അപ്പുറത്തുള്ളടത്തുനിന്നൊക്കെ കൊണ്ടുവരാം. അവിടെയൊക്കെ എല്ലായിടത്തും വെള്ളം വറ്റിക്കണം. എന്നിട്ട് ഉള്ളിടത്തുനിന്ന് വെള്ളം കുടിവെള്ളം കൊണ്ടുവരാണ്. ജലനിധിൻ്റെ വെള്ളമുണ്ട്, അത് ഉപയോഗിക്കാൻ കുടിക്കാനും ഇതിനൊക്കെ വെള്ളം കൊണ്ടുവരാണ്. നീരൊഴുക്ക് കുറഞ്ഞ ഈ സമയത്ത് ഷട്ടറുകൾ അടച്ചതാണ് കിണറുകളിൽ പോലും ജലനിരപ്പ് താഴാൻ ഇടയാക്കിയതെന്നാണ് അഭിപ്രായം. നീരൊഴുക്കുള്ള സമയങ്ങളിൽ ഷട്ടർ അടച്ചാലും അത് കിണറുകളെ ബാധിക്കില്ലെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകനും പറഞ്ഞു. കുറ്റിപ്പുറം 18 സൗത്തിലെ മെമ്പറാണ്. ഞാനൊരു വിഷയം ഇപ്പോൾ കുറ്റിപ്പുറത്തെ നിവാസികൾക്ക്, പ്രത്യേകിച്ച് ഈ പുഴയോരത്ത് താമസിക്കുന്ന നിവാസികളുടെ കിണറുകളിൽ ജലസ്രോതസ് കുറഞ്ഞു വരികയാണ്. വെള്ളത്തിൻ്റെ അളവ് കഴിഞ്ഞ തവണത്തേക്കാളും 1 അടി 2 അടി വെള്ളം പറ്റ കുറഞ്ഞ് ഒരു ജലക്ഷാമത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ കുറ്റിപ്പുറത്ത് ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം കുറ്റിപ്പുറം കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടർ അടച്ച് ഉള്ള നീരൊഴുക്ക് കൂടി ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് സമീപ പ്രദേശങ്ങളിലേക്ക് കിണറുകളിൽ ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ ബ്രിഡ്ജിലൊക്കെ നീരൊഴുക്ക് ഉണ്ടാവുമ്പോൾ ഷട്ടർ അടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ജലസ്രോതസ്സിനെ അത് ബാധിക്കില്ല, കിണറുകളിൽ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ നീരൊഴുക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് ഷട്ടറുകൾ അടക്കുമ്പോൾ അത് സമീപ പ്രദേശത്തെ കിണറുകളിലൊക്കെ രൂക്ഷമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിൽ പോലും ഈ ഒരു രൂക്ഷത അനുഭവിക്കുമ്പോൾ മാർച്ച് ഏപ്രിലിൽ അതിൻ്റെ രൂക്ഷത വർദ്ധിക്കാനാണ് സാധ്യത. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഇറിഗേഷനും ഒക്കെ ഇത് ചെയ്യേണ്ടത്. ഈ വെള്ളങ്ങൾ നല്ല മഴക്കാലം വരുന്ന സമയത്ത് നമുക്ക് റെഗുലേറ്റർ അല്ലെങ്കിൽ ഷട്ടർ അടച്ചാൽ നമുക്കത് അത്ര ജലസ്രോതസ്സിനെ ബാധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നീരൊഴുക്ക് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ ഈ ഷട്ടർ അടക്കുന്നത് സമീപപ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ കുറ്റിപ്പുറത്ത് 17-18 വാർഡിലുള്ള ജലനിധിക്ക് പുതിയ കണക്ഷൻ അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്, അതിൻ്റെ കപ്പാസിറ്റി കുറയുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നത് വീടുകളിലെ കിണറുകളെ തന്നെയാണ്. പക്ഷേ ആ കിണറുകളിൽ വെള്ളം കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ രൂക്ഷത കൂടി വരികയാണ്. പുതിയ കണക്ഷൻ ജലനിധിക്ക് കൊടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലക്ക് കൂടി ആവശ്യപ്പെടുന്നത്.
കുറ്റിപ്പുറം പഞ്ചായത്തിലെ 3 വാർഡുകളിലേക്ക് ജലവിതരണം നടത്തുന്ന ജലനിധി പദ്ധതിയുടെ പുഴയിലുള്ള കിണറിന് സമീപത്തും നീരൊഴുക്കില്ലാത്തത് പദ്ധതിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നേരത്തെ ഷട്ടറുകൾ അടച്ചിട്ട സമയത്ത് ഷട്ടറുകളുടെ മുൻവശത്തെ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിൽ വ്യാപകമായി പുഴുക്കളെ കണ്ടിരുന്നു. ഇത് വിവാദമായതോടെ ഷട്ടറുകൾ തുറക്കുകയും പുഴുക്കൾ ഒലിച്ചുപോയതോടെ വീണ്ടും അടയ്ക്കുകയുമായിരുന്നു. ഇപ്പോൾ വെള്ളം കെട്ടിനിൽക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ വടക്കുഭാഗത്തെ വെള്ളത്തിലേക്ക് ശുചിമുറി മാലിന്യമടക്കം ഒഴുകിയെത്തുന്നത് തടഞ്ഞില്ലെങ്കിൽ ഉള്ള വെള്ളവും മലിനമായി ജലജന്യ രോഗങ്ങൾ പരക്കാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഷട്ടറുകൾ തുറന്ന് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.